കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ലൂക്ക 6:38. ഇതിന് വാഴ്ത്തപ്പെട്ട അലൻ നൽകുന്ന വിശദീകരണം നമുക്ക് ശ്രദ്ധിക്കാം. ഓരോ ദിവസവും ഞാൻ നിങ്ങൾക്ക് 150 വജ്രങ്ങൾ തരുന്നുവെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ശത്രു ആയിരുന്നെങ്കിൽ പോലും നിങ്ങൾ എന്നോട് ക്ഷമിക്കില്ലേ? ഒരു സ്നേഹിതനെ പോലെ എന്നെ പരിചരിച്ച് നിങ്ങൾക്ക് നൽകാനാകുന്ന സർവ്വ കൃപകളും നിങ്ങൾ എനിക്ക് നൽകില്ലേ? കൃപയുടെയും മഹത്വത്തിൻ്റെയും സമ്പത്തുകൾ നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധ കന്യകയെ അഭിവാദനം ചെയ്യുക. നിങ്ങളുടെ നല്ല മാതാവിനെ ആദരിക്കുക. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പ്രഭാഷകൻ 3:4. അതുകൊണ്ട് നാം നിത്യവും പരിശുദ്ധ മാതാവിന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന കാഴ്ചവെക്കണം. ഏറ്റവും കുറഞ്ഞത് 50 എണ്ണമെങ്കിലും. അവ ഓരോന്നിനും 20 രത്നക്കല്ലുകളുടെ മൂല്യമുണ്ട്. ഈ ലോക സമ്പത്ത് മുഴുവൻ ഒരുമിച്ച് കൂട്ടിയാലും അതിനേക്കാൾ കൂടുതലായി അവ നമ്മുടെ പരിശുദ്ധ മാതാവിനെ പ്രീതിപ്പെടുത്തും. അപ്പോൾ പിന്നെ മാതാവിൻ്റെ കരുണയിൽ നിന്നും മഹത്തായവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.